ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ് കേരള പാഠാവലിയിലെ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പ്രിയ എസിന്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന കഥ നിരന്തരമായ അസുഖം കാരണം ഒറ്റപ്പെട്ടു പോയ അനുതാര എന്ന പെൺകുട്ടിയുടെ വേദനാജനകമായ കുട്ടിക്കാലവും ആ കഷ്ടതകളിൽ അവൾക്ക് കൂട്ടായി നിന്ന സഹപാഠിയുടെ, നീലകണ്ഠൻ എന്ന സഹപാഠിയുടെ ആഴത്തിലുള്ള ഒരു സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ ആ സൗഹൃദ ബന്ധത്തിന്റെ കഥയുമാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എന്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാൻ ഇങ്ങനെ. വേദനകളുടെ ലോകത്തു നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എന്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതും എന്ന് തോന്നും. വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എന്റെ അസുഖം തിരക്കിട്ടെത്തുകയായി. അപ്പോ അസുഖം കാരണം കുറെ നാളുകൾ ക്ലാസ്സിലൊന്നും പോവാൻ പറ്റാറില്ല. അപ്പോ അതാണ് ഇവിടെ വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം. ഇപ്പൊ വീണ്ടും അസുഖം മാറി ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും കുറെ പാഠങ്ങളെല്ലാം അവിടെ എടുത്തു തീർന്നിട്ടുണ്ടാവും. അപ്പൊ അത്തരം അറിവുകളെല്ലാം, ആ പാഠങ്ങളിലുള്ള അറിവുകളെല്ലാം ഈ കുട്ടിക്ക് കിട്ടാതെ പോകും. അതുമായി പൊരുത്തപ്പെട്ട് ആ പാഠങ്ങളെല്ലാം പഠിച്ചെടുത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും കൂട്ടുകാരെല്ലാം ഒന്ന് ചേർന്ന് വരുമ്പോഴത്തേക്കും വീണ്ടും അസുഖം പിടികൂടും. വീണ്ടും ക്ലാസ്സുകളിലൊന്നും പോവാൻ പറ്റാത്ത അവസ്ഥയാവും. ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിൽ കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണത്. അപ്പോ കുട്ടിക്കാലമാണ് ഏറ്റവും മനോഹരമായ കാലം. അത് കൂട്ടുകാരുമൊത്ത് കളിക്കാനും അതേപോലെ തന്നെ പാഠപുസ്തകങ്ങളിലെ പുതിയ പുതിയ അറിവുകൾ നേടാനും ഒരു ബാധ്യതയുമില്ലാതെ കളിച്ചു വളരേണ്ടുന്ന ഒരു കാലമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലം എന്ന് പറയുന്നത്. ആ കുട്ടിക്കാലം തന്നെ തനിക്കിവിടെ നഷ്ടമായിരിക്കുന്നു. അതായത് വിടരാതെ കരിഞ്ഞു പോയ ഒരിതൾ പോലെ, അത് ഒരു പൂമൊട്ട് പൂവായിട്ട് വിരിയുമ്പോഴാണ് അതിന് മനോഹാരിതയേറുന്നത്, അല്ലെ? അപ്പൊ ആ മൊട്ടിൽ തന്നെ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പൂവിന്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നുണയാൻ മധുരമില്ലാതെ, അതായത് ഈ കുട്ടിക്ക് കൂട്ടുകാരുമൊത്ത് കളിക്കാനോ അതേപോലെ തന്നെ ബാല്യകാലം ആസ്വദിക്കാനോ കഴിയാതെ എന്നും, അതായത് കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ കളിമേളങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണ്. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ്. അപ്പൊ പ്രൈമറി ക്ലാസ്സുകളുടെ, അതായത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങൾ എന്നും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതായിരിക്കും, അല്ലെ? അത് നമ്മുടെ ജീവിതത്തിന്റെ പുസ്തകത്താളിൽ സൂക്ഷിക്കുന്ന ഒരു മയിൽപീലി തുണ്ട് പോലെയാണ്. പക്ഷെ നിരന്തരമായ അസുഖം കാരണം അത്തരം ഓർമ്മകളൊന്നും തന്നെ സൂക്ഷിക്കാൻ എനിക്ക് ഇല്ല എന്നാണ് പറയുന്നത്. എന്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2 or 3 പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ, ഇത്രയൊക്കെ എന്റെ ഓർമ്മയിലുള്ളൂ. വളരെ കുഞ്ഞു ഓർമ്മകൾ മാത്രമല്ല, വളരെ കുറച്ച് ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ അതായത് 1 or 2 പേരുമായിട്ടുണ്ടായ പിണക്കങ്ങളും പിന്നെ തനിക്ക് കൂട്ടായി വന്ന നീലകണ്ഠനും മാത്രമേ എന്റെ ഓർമ്മയിൽ ഉള്ളൂ. ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടിവെച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷിച്ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എന്റെ പേര് വെട്ടിയിട്ടുണ്ടാകും. അപ്പൊ കുറെ ദിവസം ക്ലാസ്സിൽ പോവാത്തത് കൊണ്ട് തന്നെ കുട്ടികളെല്ലാം ആ കുട്ടിയെ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെല്ലാം അവര് കൂടുന്ന കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തു എന്ന പോലെ ചേർത്ത് പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും
സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എന്റെ കവിളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എന്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്തോടെ എന്നെ നോക്കും. എന്നെ കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടി പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരും. അപ്പോ ഏതോ ഒരു അപൂർവ വസ്തുവിനെ കണ്ടതുപോലെയാണ്, അല്ലെങ്കിൽ കൗതുകകരമായ ഏതൊരു വസ്തുവിനെ കണ്ടതുപോലെയാണ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾ അടക്കം പറയുന്നതും കുട്ടികളും ടീച്ചേഴ്സും എല്ലാം എന്നോട് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും എല്ലാം കാണുമ്പോൾ ഏതോ ഒരു അത്ഭുത വസ്തുവിനെ അവർ നോക്കിക്കാണുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞു വികൃതമായ തലമുടിക്ക് മീതെ കൂടി കെട്ടിയ സ്കാർഫിന്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു. ചുറ്റുമൊഴുകി പരന്ന അപരിചിത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നി. മുറ്റത്തെവിടെയോ തകർത്തു നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്ന് ഓർമ്മിച്ചതും എന്റെ കണ്ണുനീർ ഉണങ്ങിത്തീർന്നു. അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എന്റെ അടുത്ത് വന്നു നിന്ന് നീലകണ്ഠൻ പറയും, അനുതാര ഇന്ന് വരുന്ന് എനിക്ക് അറിയായിരുന്നല്ലോ. ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു താര, അനുതാര, അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും. എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സാന്ത്വനം പോലെ പറയും. എന്റെ നോട്ട്ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ബക്രാൻ അങ്കിളിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപ്പായി ലഹളയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേര് വിവരങ്ങളും നിറച്ച് എനിക്ക് തിരിച്ചു തരും. ഉപകഥകൾ പോലെ എന്റെ ഉള്ളിൽ അസുഖത്തിന്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തിത്തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല. ചിലത് എന്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടന്നു. ചിലതൊന്നും എന്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല. അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല. അപ്പൊ അസുഖം കാരണം ഒരുപാട് അവശത അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ പാഠഭാഗങ്ങളൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല പാഠങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയതുപോലെയാണ് നീലകണ്ഠൻ കൂടെ നിന്നതും പരീക്ഷാ ഹാളിൽ ആരും കാണാതെ ഉത്തരങ്ങൾ എഴുതിയും കാണിച്ചുമൊക്കെ കൊടുത്തതും. മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരെക്കാളും ഭംഗിയായി ചിരിക്കും. കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്കിടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി. 2 ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന്. ഒന്ന് വെള്ള, മറ്റൊന്ന് പച്ച. നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറി ഉണ്ടാവും. ഒരുപാട് ബസ്സും കാറും ലോറിയും ഒക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠന്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി. വീട്ടിൽ പുറം വേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതി അമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത്. അപ്പൊ നീലകണ്ഠനും അനുതാരയും എല്ലാം പഠിക്കുന്നത് പ്രൈമറി ക്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു കുട്ടികൾക്ക് വണ്ടികൾ ചീറിപ്പായുന്ന റോഡൊക്കെ മുറിഞ്ഞു കടക്കുന്നത് വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചു. പാവം നീലകണ്ഠന് അച്ഛനില്ല. അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല. അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി. പുതിയ ചെരുപ്പ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും എട്ടുകാലിയെ കൊല്ലാനും അസുഖം വന്നാൽ പൂപ്പോളി എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എന്റെ കണ്ണ് നിറഞ്ഞു. നീലകണ്ഠന് അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു. നീലകണ്ഠന് മോൾ ഒരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത്. പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠന് കൊടുത്തു. 1ാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചറിനെ നീലകണ്ഠന്റെ അടുത്തിരുത്തി. പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്ക് ആയിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല. ക്ലാസ് എടുക്കുമ്പോൾ
എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു. നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു. രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. ഇന്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപ്പീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു. ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാൻ ഉണ്ടായിരുന്നത്. ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠന്റെ കണ്ണുകൾ വിടർന്നു. ഇത് ജീവനുള്ള മയിലാന്ന വിചാരിച്ചത്. ഈ വീടിന്റെ തുറന്നിട്ട വാതിലിൽ കൂടി ദാ ഞാനിപ്പോൾ അകത്ത് കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി. ആദ്യം ഒരു മയിൽ, പൂച്ച, വീട് ഇതൊക്കെയെ വരയ്ക്കാൻ അറിയാമായിരുന്നുള്ളൂ. നീലകണ്ഠന്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്ത് കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി. അപ്പോ നീലകണ്ഠന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരച്ച് തുടങ്ങിയത്. അപ്പൊ ചായ പെൻസിൽ കൊണ്ട് വരച്ച ഓരോ ചിത്രങ്ങൾ കൊടുക്കുമ്പോഴും നീലകണ്ഠൻ അത്ഭുതത്തോടെയാണ് ആ ചിത്രങ്ങളെ കുറിച്ച് വിവരിച്ചിരുന്നത്. അത് കേൾക്കുമ്പോൾ അനിതാരയ്ക്ക് വളരെയധികം ഉത്സാഹവും സന്തോഷവും തോന്നുകയും വീണ്ടും പുതിയ പുതിയ ചിത്രങ്ങൾ കണ്ടെത്തി വരയ്ക്കാൻ ആവേശം ഉണ്ടാവുകയും ചെയ്യുകയും അങ്ങനെയാണ് പുതിയ പുതിയ ചിത്രങ്ങൾ കൂടുതലായിട്ട് വരയ്ക്കാൻ തുടങ്ങുന്നത്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലികൾക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു. എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എന്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. 5ാം ക്ലാസ്സിൽ എത്തിയതോടെ ഞങ്ങൾ എല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു. അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം, ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്നാരോ പറഞ്ഞു. അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂൾ, നീളമുള്ള സ്കൂൾ, നെടുങ്കൻ എന്ന് വെച്ചാൽ നീളമുള്ള സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. അതായത് അത്രയും കുട്ടികളുള്ള അത്രയും വലിയൊരു സ്കൂളിൽ നിന്ന് നീലകണ്ഠനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതാണ് പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്ന് പറയുന്നത്. നീലകണ്ഠൻ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ്. പഠിക്കെന്ന് പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല. തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മുക്കുത്തിയും നക്ഷത്ര കണ്ണുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു. അതുവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെയെ എനിക്കറിയാമായിരുന്നുള്ളൂ, നീലകണ്ഠൻ. അമ്മയും അച്ഛനും മാറി മാറി പറയുന്നത് കൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ള ഒരു കമ്മൽ, ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നത് കൊണ്ടും പഠിക്കുന്നവരായിരിക്കും ഞങ്ങളെല്ലാം. അപ്പോ ആരും പറയാതെ ആരും നിർബന്ധിക്കാതെ സ്വന്തമായി പഠിക്കുന്നത് നീലകണ്ഠൻ മാത്രമാണ്. മറ്റുള്ളവരെല്ലാം പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് മേടിച്ചാൽ സമ്മാനങ്ങൾ തരാം എന്ന് പറയുമ്പോൾ അത് സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളെ മാത്രമേ തനിക്ക് അറിയൂ എന്നാണ് പറയുന്നത്. പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും നീലകണ്ഠനെ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ആയിടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങി തന്നു. പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു. ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു. സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തിരഞ്ഞ് തോറ്റു. വീണ്ടും ഒരു ആശുപത്രി വാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി. പിടികിട്ട ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിന്റെ തുമ്പികളെ കയ്യെത്തി പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു. നീലകണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണു കാണാണ്ടായി, ഇനി സ്കൂളിൽ വരില്ലാത്രേ. ഞാനത് തീരെ ഗൗനിച്ചില്ല. അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആര് കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് മുൻവശത്തേക്ക് ഓടി. കൈലിയുടുത്ത് ബ്ലൗസിന് മീതെ കൂടി നിറമങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങി കരയുന്നതിനരികെ നീലകണ്ഠൻ. പോണേന് മുമ്പ്
മോളെ കാണാൻ വരണമെന്ന് വാശിയല്ലായിരുന്നു ഇവന്. എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠന്റെ അമ്മ കരഞ്ഞു. എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി നീലകണ്ഠൻ എന്ന് ആർത്തു വിളിച്ച് ഞാൻ നീലകണ്ഠന്റെ അടുത്ത് ചെന്നു നിന്നു. നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എന്റെ കൈകൾ കണ്ടുപിടിച്ചു. എന്താണ് ഇങ്ങനെ എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. നീലകണ്ഠന്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു, മന്ദാരപ്പൂ പോലെ. ഇവന്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോകുവാണ്. അങ്ങ് കിഴക്കൻ നാട്ടില് ഇവന്റെ അമ്മാവന്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നത്. നീലകണ്ഠന്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി. ശബ്ദമില്ലാത്ത കരച്ചിലേക്ക് എത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്നത്തളിര് കൊണ്ടുവന്നിരുന്നു. തളിർത്തു നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തിപ്പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠന്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു. അത് വെട്ടി വിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം. അതോടെ എന്റെ കരച്ചിലിന്റെ ശക്തി കൂടി. അയ്യയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു. കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടു നോക്കി. ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എന്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്? അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ചു രൂപയുമായി നിന്ന നീലകണ്ഠന്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ നീലകണ്ഠന്റെ ചിരി മങ്ങി. ഇനി എനിക്ക് എന്തിനാ പെൻസിൽ? എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു, ഇതിനെന്താ നിറം? ഇതിനോ? കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. ഇനി എന്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ 8ാം ക്ലാസ്സിലെ മറ്റു സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ലിങ്കും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകളും കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.